വെൽക്കം ബാക്ക് ടു ഐഡിയൽ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നോമൻക്ലേച്ചർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതിൽ 9th പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ചാപ്റ്റർ വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 9th നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 കാർബൺസിന് നമ്മൾ അതിൻ്റെ നെയിംസ് വേർഡ് റൂട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ 1 കാർബൺ നമ്മൾ മെത്ത് എന്ന് പറയും, 2 കാർബൺ നമ്മൾ ഇത്ത് എന്ന് പറയും, 3 കാർബൺസിനെ നമ്മൾ എന്ത് പറയും, പ്രൊപ്പ്, അതുപോലെ ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നാന്, ഡെക്ക്. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10 കാർബൺസ്, ഒരു കാർബൺ വരുവാണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ ഇത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നാന്, ഡെക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നോട്ടിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കണം, വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കാർബണുകളുടെ ഇടയിൽ ഒരു ബോണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും, ആൽക്കെയിനുകൾ എന്നാണ് വിളിക്കുക അല്ലേ, ആൽക്കെയിൻസ് എന്നാണ് വിളിക്കുക. കാർബണിൻ്റെ ഇടയിൽ 2 ബോണ്ടുകളാണെങ്കിലോ ആൽക്കീൻ, ENE ആണ് ലാസ്റ്റ് വരിക. കാർബണുകളുടെ ഇടയിൽ 3 ബോണ്ടാണെങ്കിൽ ആൽക്കൈൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഈ 2 കാര്യം മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരു ബോണ്ട് വരികയാണെങ്കിൽ ആൽക്കൈനുകൾ അല്ലെങ്കിൽ ആൽക്കീൻസ്, ആൽക്കൈൻസ്, YNE, ANE, ENE. ഇതും വേർഡ് റൂട്ട് ഓഫ് കാർബണും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നിട്ട് വേണം ഈ പാഠഭാഗത്തിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ, അറിയോ ഓർഗാനിക് കോമ്പൗണ്ട് എന്താണെന്ന്? കാർബണുമായിട്ട് മറ്റുള്ള എലമെൻറ്റുകളായിട്ടുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ അല്ലെങ്കിൽ മറ്റുള്ള വേറെ എന്തെങ്കിലും എലമെൻറ്റുകൾ കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായും പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകളെ കുറിച്ചാണ്. അതായത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ എന്താ, കാർബണുമായിട്ട് ഹൈഡ്രജൻ എന്ത് വരിക, ബോണ്ടായി വരുന്ന കോമ്പൗണ്ട്, ഹൈഡ്രജൻ ബോണ്ടായി വരുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ അധികമായും പഠിക്കുന്നത്. കാർബണുമായിട്ട് ഹൈഡ്രജന് മാത്രമല്ല, ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് വേറെ പല എലമെൻറ്റുകളും വന്ന് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അത് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻസ് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹൈഡ്രോ കാർബണിനെ എങ്ങനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ ചെയ്യുക എന്നുള്ളത്. നോക്കിയേ, ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കിയേ, ഹൈഡ്രോ കാർബൺ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. CH3, CH2, 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 CH3. ഇതിനെങ്ങനെയാണ് നമ്മൾ പേരെഴുതുക, ഇതിനെങ്ങനെയാണ് നമ്മൾ IUPAC നെയിം എഴുതുന്നത്, നമ്മളിത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലേ. അതിനാണ് മിസ് പറഞ്ഞത് വേർഡ് റൂട്ടും അതുപോലെ ആൽക്കീന് ക്ലിയർ ആയിരിക്കണം. ഇവിടെ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് കാർബൺസ്, 1 2 3 4 5, 5 കാർബൺസ് കൊടുത്തിട്ടുണ്ട്. 5 കാർബൺസ് ആണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വേർഡ് റൂട്ട് എന്താ, 5 പെൻറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ IUPAC നെയിം പെൻറ്റ്. അതിന് ശേഷം ഇവിടെ ഫുള്ള് സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ പെൻറ്റെയിൻ, ANE, ആൽക്കെയിൻ. ഓക്കെ, അപ്പം ഒരു സിംഗിൾ ചെയിനിൻ്റെ, അതായത് ബ്രാഞ്ച് ഒന്നും വരാത്ത ഒരു സിംഗിൾ ചെയിൻ ഓഫ് ഹൈഡ്രോ കാർബണിനെ നെയിം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. കാർബണിൻ്റെ എണ്ണം എത്രയാണെന്ന് എണ്ണി നോക്കുക, അതിൻ്റെ വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക, ആ വേർഡ് റൂട്ട് ചെയ്താൽ അതിന് വേർഡ് റൂട്ടിൻ്റെ ശേഷം അത് സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈന് കൊടുക്കുക, സഫിക്സ് എന്നാണ് നമ്മൾ അതിന് പറയാം. ഓക്കെ, വേർഡ് റൂട്ടിന് ശേഷം എഴുതുന്നതിനെ നമ്മൾ സഫിക്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കഴിഞ്ഞ വർഷം ഇത് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള, നോക്കിയ മക്കളെ,
ഹൈഡ്രോ കാർബൺ 2 കണ്ടോ, ഇങ്ങനെ ഒരു ബ്രാഞ്ച് വന്നത് കണ്ടോ, ഇത് നമ്മുടെ മെയിൻ ചെയിൻ അല്ലേ, ഇത് നമ്മുടെ ഒരു വലിയൊരു മാല പോലത്തെ ഒരു സംഭവമാണ് അല്ലേ, അതിൻ്റെ അവിടെ ഒരു ബ്രാഞ്ച്, ഒരു ശിഖരം വന്നിട്ടുണ്ട് അല്ലെ, ഒരു കൊമ്പ് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് ആ ഒരു ചെയിന്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള ആൽക്കേനുകളെ എങ്ങനെ നമ്മൾ നോമൻക്ലേച്ചർ ചെയ്യും, എങ്ങനെ അതിന് IUPAC നെയിമിംഗ് നമ്മൾ കൊടുക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, എങ്ങനെ കൊടുക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻ്റെ മക്കൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല കാണാനറിയോ? മോളിക്കുലർ ഫോർമുല ഇത് നോക്കിയേ. ഫസ്റ്റ് വണ്ണിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കാർബണിൻ്റെ എണ്ണം എത്രയാണ്? 5 എണ്ണം, അത് അങ്ങ് അടിയിലിട്ട് കൊടുക്കുക. ഹൈഡ്രജൻ്റെ എണ്ണം എത്രയാണോ അതും അങ്ങ് അടിയിലിട്ട് കൊടുക്കുക. എത്രയാ? 3ഉം 2ഉം 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 12 അല്ലേ, 12 ഹൈഡ്രജനും 5 കാർബണുമായിട്ടുള്ള മോളിക്കുലർ ഫോർമുലയാണ് ഈ ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ടിൻ്റേത്. ഓക്കെ, അപ്പോൾ മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിനെ എഴുതാൻ പഠിച്ചല്ലോ. എത്ര കാർബൺ ആണെന്നുണ്ട് സി എന്നിട്ടിട്ട് അടിയിലിട്ട് കൊടുക്കുക, എത്ര ഹൈഡ്രജൻ ആണെന്ന് എണ്ണി നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നോക്കിയേ. എത്ര കാർബൺസ് ആണ്? 5 എണ്ണം ഉണ്ട് അല്ലേ, അതുപോലെ ഹൈഡ്രജനും 12 എണ്ണം. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ സ്ട്രക്ചറിന് ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പം ഒരേ മോളിക്കുലർ ഫോർമുല വിത്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമറിസം. എന്താണ്? ഐസോമറുകൾ. ഈ ഐസോമർ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ് എന്താണ് ഐസോമർ എന്ന്, ചെറിയൊരു ഐഡിയ കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ബ്രാഞ്ചറായി വന്നിട്ടുള്ള ഒരു ആൽക്കൈനിനെ എങ്ങനെ നമ്മൾ നോമൻക്ലേച്ചർ ചെയ്യും നോക്കിയേ. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻസ് വിത്ത് 1 ബ്രാഞ്ച്. അതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വേർഡ് റൂട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്ന പോലെയല്ല. ബ്രാഞ്ച് വന്നിട്ടുണ്ടല്ലേ, ഒരു കൊമ്പൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൊമ്പിൻ്റെ പേരും കൊമ്പിൻ്റെ സ്ഥാനമൊക്കെ നമുക്ക് ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ കുറച്ച് റൂൾസൊക്കെ 4 റൂൾസുകളുണ്ട്. അപ്പം ഫസ്റ്റ് റൂൾ നമ്മൾ പറയാണ്, നമുക്കിങ്ങനെ ഒരു ചെയിൻ തന്നു, ഇതിന് IUPAC നെയിമിംഗ് പറയാൻ പറഞ്ഞു. നമ്മൾ എങ്ങനെ IUPAC നെയിമിംഗ് എഴുതും? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് IUPAC നെയിം നിങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, ഫസ്റ്റ് റൂൾ, ദ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഷുഡ് ബി കൺസിഡർഡ് ആസ് ദ മെയിൻ ചെയിൻ ആൻഡ് റിമൈനിങ് ആസ് ബ്രാഞ്ചസ്. ആദ്യം നമ്മൾ ആ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കോമ്പൗണ്ടിലെ മെയിൻ ചെയിൻ ആരാണെന്ന് കണ്ടെത്തണം. നമുക്കറിയാം, ഒരു മാവ് അല്ലെങ്കിൽ ഒരു പ്ലാവൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ തടി ഉണ്ടായിരിക്കും അല്ലേ, ഒരു തടിമരമായിരിക്കും. ആ തടിമലാണ് ഈ കൊമ്പുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അതിലെ മെയിൻ ചെയിൻ അല്ലെങ്കിൽ മെയിൻ ആളാരാ? ആ തടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമ്പൗണ്ടിൽ മെയിൻ ചെയിൻ ആരാണ് എന്ന് കണ്ടെത്തണം. എങ്ങനെയാണ് കണ്ടെത്തുക മെയിൻ ചെയിൻ ആരാന്ന്? അതിനാണ് ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം. മെയിൻ ചെയിൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കാർബൺ ആറ്റം എണ്ണിയാൽ മതി. മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം അതിലുണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അടിയിലോട്ട് നോക്കുക, എക്സാമ്പിൾ ഉണ്ട്. ഇതാണ് നമുക്ക് തന്ന കോമ്പൗണ്ട് അല്ലേ, അതിലെ മെയിൻ ചെയിൻ ആരാണ്? ഇതാണ്. കാരണം ആ ബ്രാഞ്ചിന് എത്ര? ഒരു കാർബൺ ആറ്റം അല്ലേ, ബാക്കി മെയിൻ ചെയിനിൽ എത്ര ഉണ്ട്? 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം കൊള്ളുന്ന ആ ഒരു ചെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെയിൻ ചെയിൻ. ഓക്കെ, ഇനി അടിയിൽ നോക്കിയേ, നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതാണ് മെയിൻ ചെയിൻ എന്ന് വിചാരിക്കരുത്. അതാണ് മെയിൻ ചെയിൻ എന്ന് മക്കൾ, അപ്പോഴാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. അങ്ങനെ വിചാരിക്കരുത്. നേരെ വരുന്നതാണ് മെയിൻ ചെയിൻ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ മെയിൻ ചെയിൻ നമ്മൾ വളച്ചും തിരിച്ചൊക്കെ നോക്കണം. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇത് ബ്രാഞ്ച് ആക്കി ആരും എടുക്കരുത്. അപ്പോൾ നമ്മൾ എങ്ങനെ എണ്ണണം? ഇതാ നോക്കിയ മക്കൾ, ഇങ്ങനെ എണ്ണണം. ഇങ്ങനെ മെയിൻ ചെയിനെ കൊണ്ടുപോകണം. അപ്പോൾ നോക്കിയാൽ 1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട്. നമ്മൾ നേരത്തെ എണ്ണുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഉണ്ടോ? ഓക്കെ, 1 2 3 4 4 ഉള്ളൂ അല്ലേ, 4 ഉള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണുമ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ നോക്കണം. മെയിൻ ചെയിൻ നമ്മൾ ഇങ്ങനെ എണ്ണി നോക്കുക. അപ്പോൾ ഇതായി ബ്രാഞ്ച്. ക്ലിയർ? അപ്പോൾ നമ്മൾ എണ്ണുമ്പോൾ ആ ഒരു ലോജിക്ക് അങ്ങനെയുള്ള രീതിയിലോട്ടുള്ള എണ്ണലായിരിക്കണം. അപ്പം ബ്രാഞ്ചിനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? മെയിൻ ചെയിനിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം കൊണ്ടിരിക്കണം. ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിന് നമ്മൾ ബ്രാഞ്ചായിട്ട് കണക്ക് കൂട്ടണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് റൂൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂൾ ക്ലിയർ ആയി. നെക്സ്റ്റ് റൂൾ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ റൂൾ പറഞ്ഞിരിക്കുന്നത് numbering should be done in such a way that the carbon atom carrying branch get lowest number. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു.
ദെൻ നമ്മൾ ഇനി രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് ബ്രാഞ്ചിൻ്റെ പേരും കണ്ടുപിടിക്കണം, ബ്രാഞ്ചിൻ്റെ പൊസിഷനും കണ്ടുപിടിക്കണം. ബ്രാഞ്ചിൻ്റെ പേരും കണ്ടുപിടിക്കണം, ബ്രാഞ്ചിൻ്റെ പൊസിഷനും കണ്ടുപിടിക്കണം. നമ്മൾ നോക്കാം എങ്ങനെയാണ് ബ്രാഞ്ചിൻ്റെ പേര് കണ്ടെത്തുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഇതാണ് കേട്ടോ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത്. ഇതിൽ നമ്മൾ മെയിൻ ചെയിൻ കണ്ടെത്തി. ഇതാണ് മെയിൻ ചെയിൻ, കാരണം എന്തായാലും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൂൾ എന്തായിരുന്നു? നമ്മളെ ബ്രാഞ്ചിൻ്റെ പേര്. ഇതാണ് നമ്മളെ ബ്രാഞ്ച് അല്ലേ. ബ്രാഞ്ചിൻ്റെ പേര് കണ്ടുപിടിക്കണം, അതുപോലെ അതിൻ്റെ പൊസിഷനും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കി, ഈ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? ഒരൊറ്റ കാർബൺ. അതുകൊണ്ട് നമ്മൾ വേർഡ് റൂട്ട്, ഒരൊറ്റ കാർബണുള്ള വേർഡ് റൂട്ട് എത്രയാണ്? മെത്ത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി, ആ ബ്രാഞ്ചിൻ്റെ പേര് മെത്ത് എന്ന് കിട്ടി. ഓക്കെ, ബ്രാഞ്ചിൻ്റെ പേര് മുഴുവനായിട്ടില്ല, മീഥൈൽ എന്നാണ് പറയുക. YL അവിടെ ആഡ് ചെയ്യും, കാരണം ഇത് ബ്രാഞ്ച് ആണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ലെറ്ററാണ് YL. അത് നമുക്ക് പറയാം. ഇനി ഈ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? പൊസിഷൻ എങ്ങനെയാണ് കണക്കാക്കുക? നമുക്ക് നമ്പറിങ് ചെയ്യാമെന്ന് അവിടെ റൂളിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറിങ്, ഞാൻ മിസ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് എണ്ണുകയാണ്. അതുപോലെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്പറിങ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, 1 2 3 4 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എണ്ണിയപ്പം ഈ ബ്രാഞ്ച് നിൽക്കുന്ന ഈ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ, 2 ആണ്. ദെൻ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് എണ്ണാണ്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് എണ്ണിയപ്പം അത് നിൽക്കുന്നത് 3 പൊസിഷനിലായി മാറി. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നും എണ്ണുമ്പം ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത് ഏതാണ്? 2 ആണ് അല്ലേ. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് എണ്ണുമ്പോൾ 1 2, അവിടെ നിന്ന് എണ്ണുമ്പോൾ 3 ആണ്. അപ്പോൾ ഈ 2 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. റൂള് പിടുത്തം കിട്ടിയോ? അപ്പോൾ റൂൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റൈറ്റിൽ നിന്ന് വേണം, ലെഫ്റ്റിൽ നിന്ന് വേണം, പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ഷുഡ് ബി ലോസ്റ്റ് നമ്പർ ആയിരിക്കണം. അതാണ് നമ്മുടെ റൂള്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊസിഷനും കണ്ടെത്തി, മെയിൻ ചെയിനും കണ്ടെത്തി, ബ്രാഞ്ചും കണ്ടെത്തി, പൊസിഷനും കണ്ടെത്തി. നെക്സ്റ്റ് തേർഡ് റൂൾ എന്താണെന്ന് നോക്കിയാലോ. തേർഡ് റൂൾ എന്താ? തേർഡ് റൂളാണ് പറയുന്നത്. നോക്കി, അവിടെ യെല്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു വേർഡ് റൂട്ട് കറസ്പോണ്ടിങ് ടു ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ബ്രാഞ്ച് പ്ലസ് YL. നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രാഞ്ചിന് പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ബ്രാഞ്ചിന് മിസ് നേരത്തെ പറഞ്ഞില്ല, ബ്രാഞ്ചിൽ ഒരു കാർബൺ ആണെന്നുണ്ടെങ്കിൽ മെത്ത് എന്ന് കൊടുക്കുക അല്ലേ. മെത്ത് കൊണ്ട് മുഴുവനായില്ല, മെത്തിൻ്റെ കൂടെ YL ആയിട്ടുള്ളത് ആഡ് ചെയ്യണം. എന്തിനാണ് ഈ ആഡ് ചെയ്യുന്നത്? YL അത് ബ്രാഞ്ചിലുള്ള കാർബൺ ആണ്, അത് ബ്രാഞ്ച് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പമാണ്. ഒരു ഉൽപ്പം അല്ലേ, നമുക്ക് പേരിനൊക്കെ ഒരു ഉൽപ്പം ഉണ്ടാവില്ലേ, നമ്മൾ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുമ്പോൾ ഈ ഉൽപ്പം ഇട്ട് കൊടുക്കുക, YL. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ്, അതായത് സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആറ്റം ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഒരു കാർബൺ ചെയിനിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്രാഞ്ചുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. അതിൻ്റെ YL ലാസ്റ്റത്താണ് നമ്മൾ ആ നോമൻക്ലേച്ചറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൂളും പഠിച്ചു. ദെൻ നാലാമത്തെ റൂൾ എളുപ്പമാണ്. While writing IUPAC name, a hyphen is used to separate numerals and alphabets. നമ്പറും ആൽഫബറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 റൂൾസ് നമ്മൾ പറഞ്ഞു. നമുക്കൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. രണ്ടാമത് എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കണ്ടുപിടിക്കണം. ദെൻ ബ്രാഞ്ചിൻ്റെ പേര് കണ്ടുപിടിക്കണം. ദെൻ ഹൈഫണും. 4 സെറ്റാണ്, 4 റൂൾസും സെറ്റാണ്. ദെൻ ആ ഒരു ഫോർമാറ്റ്, നമുക്കൊരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചത് അവിടെ ഇവിടെ എഴുതി വെക്കുകയാണോ? അല്ല, അതിനൊരു കൃത്യമായൊരു ഫോർമാറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മക്കൾ തുടക്കക്കാർ, അതായത് ഈ കോമ്പൗണ്ടിൻ്റെ നോമൻക്ലേച്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ എഴുതിയത് നന്നായിട്ട് നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ വൃത്തിക്ക് ഇതിലോട്ട് നോക്കുക, കറക്റ്റാണോ ഞാൻ എഴുതുന്നത് എന്നുള്ള ഈ ബോക്സിലോട്ട് നോക്കി ക്ലിയർ ആക്കുക. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണ്? പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. നിങ്ങൾ പൊസിഷൻ നമ്പർ മൂന്നാമത്തെ റൂള് കണ്ടുപിടിച്ചല്ലേ, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. ദെൻ ഹൈഫൺ ഇട്ട് കൊടുക്കുക. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ എഴുതി വെച്ചോളൂ. ആ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അവിടെ ചെറുങ്ങനെ എഴുതി വെക്കുക. ബ്രാഞ്ചിൻ്റെ പേരാണ്, നെയിം ഓഫ് ബ്രാഞ്ച്, അതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇനി വേർഡ് റൂട്ട് പ്ലസ് അഫിക്സ് അല്ലേ. എന്താ വേർഡ് റൂട്ട്? നമുക്കറിയാം എത്ര കാർബൺ ഉണ്ട് അതിൻ്റെ എണ്ണം, അതായത് മെയിൻ ചെയിനിൻ്റെ വേർഡ് റൂട്ടും കണ്ടുപിടിക്കുക. പ്ലസ് സഫിക്സ് നമുക്കറിയാം, ഒക്കെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിന് അല്ലേ, ഇവിടെ മൊത്തം സിംഗിൾ ബോണ്ടേ വരുള്ളൂ. അപ്പോൾ സഫിക്സ് എയിനായിരിക്കുമെന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോമൻക്ലേച്ചർ ചെയ്ത് നോക്കിയാലോ.
ഓക്കെ, അപ്പോൾ ഈ ബോക്സ് നന്നായിട്ട് മനസ്സിലിരുത്തുക ആൻഡ് നമ്മൾ റൂൾസുകളൊക്കെ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് നോമൻക്ലേച്ചർ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കാം. അടിയിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഈ എക്സാമ്പിൾ അപ്പോൾ നമുക്ക് CH3 CH2 CH2 CH3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോമൻക്ലേച്ചർ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള റൂൾസും നമ്മൾ കുറച്ച് റൂൾസും ഫോർമാറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ആ ബോക്സും കൂടി നോക്കിയിട്ട് പറയാം. ഫസ്റ്റ് തന്നെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കണം. എന്തിൻ്റെ പൊസിഷൻ നമ്പർ? ബ്രാഞ്ചിൻ്റെ അല്ലേ. ആദ്യം നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിക്കാം അല്ലേ. മെയിൻ ചെയിൻ ഏതായിരിക്കും? നമ്മൾ ഇങ്ങനെ എണ്ണി നോക്കാം അല്ലേ. 1 2 3 4 5 മെയിൻ ചെയിനിൽ 6 കാർബൺ വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ചെയിൻ ഒന്ന് മാറ്റി നോക്കാം, ഇങ്ങനെ ചെയിൻ ആക്കി നോക്കാം അല്ലേ. വെറുതെ നോക്കി നോക്കാം അല്ലേ. 1 2 3 4 5 അല്ലേ. അപ്പോൾ 5 എണ്ണേ ഉള്ളൂ. അപ്പോൾ മെയിൻ ചെയിൻ ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. ഇത് തന്നെയാണ് മെയിൻ ചെയിൻ. ഓക്കെ, മെയിൻ ചെയിൻ കിട്ടി. മെയിൻ ചെയിൻ കിട്ടി. ദെൻ ബ്രാഞ്ചും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കണ്ടുപിടിക്കണം അല്ലേ. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്മൾ റൂൾസ് ഓർമ്മയില്ലേ. അപ്പം എണ്ണി നോക്കാം. 1 2 3 4 5 അപ്പം നമ്മൾ ഈ ഒരു ബ്രാഞ്ച് വരുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എണ്ണുമ്പോൾ 4-മതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് എണ്ണി നോക്കാം. 1 2 3 4 5 അപ്പോൾ ഇവിടെ 2-മത്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക്. 2 ബ്രാഞ്ചിൻ്റെ പൊസിഷൻ 2 കിട്ടി. ഇനി എന്താണ് ഈ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്? ഒരു കാർബണാണ് അവിടെ ആ ബ്രാഞ്ചിൽ വരുന്നത്. അപ്പോൾ മെത്താണ് അല്ലേ. മെത്ത് വൈയെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ബ്രാഞ്ചാണ്, ഉൽപ്പം വേണം. ഇനി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. നോക്കിയേ, മെയിൻ ചെയിനിൽ എത്ര എണ്ണമാണ് വന്നിട്ടുള്ളത്? മെയിൻ ചെയിനിൽ എത്ര കാർബണാണ്? 5 കാർബൺ അല്ലേ. നമ്പർ ഓഫ് കാർബൺ ആയിട്ട് 5 അല്ലേ. 5 വേർഡ് റൂട്ട് അപ്പം എന്ത് വരും? പെൻറ്റ്. സോ ഇനി നമുക്ക് എഴുതി നോക്കാം. നോമൻക്ലേച്ചർ ചെയ്ത് നോക്കാം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് 2. ഫസ്റ്റ് തന്നെ പൊസിഷൻ നമ്പറാണ് എഴുതേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ എന്താ? ഹൈഫൺ ഇടണം. ഹൈഫൺ. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താ വരിക? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാഞ്ചിൻ്റെ പേരല്ലേ. ബ്രാഞ്ചിൻ്റെ പേര് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മീതൈൽ. ദെൻ വേർഡ് റൂട്ട് ഓഫ് മെയിൻ ചെയിൻ്റെ വേർഡ് റൂട്ട്. ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ എല്ലാം എഴുതിയിട്ട് നമ്മൾ ഇനി വേർഡ് റൂട്ട്. മെയിൻ ചെയിനിൽ എത്ര എണ്ണം ഉണ്ട്? 5 കാർബൺ ഉണ്ട്. അപ്പോൾ എന്താ? പെൻറ്റൈൻ. ഒന്നും കൂടി എഴുതാം. 2 ഹൈഫൺ മീതൈൽ പെൻറ്റൈൻ. പെൻറ്റ് സഫിക്സ് ഇവിടെ തന്നെയാണ്. പെൻറ്റൈൻ. കണ്ടോ? ഇത്രയേ ഉള്ളൂ ഒരു ബ്രാഞ്ച് വരുന്ന ഒരു ആൽക്കീനെ നോമൻക്ലേച്ചർ ചെയ്യാനുള്ള പണി. കണ്ടോ? 2 മീതൈൽ പെൻറ്റൈൻ അടിയിൽ കൊടുത്ത് ഇവിടെ കുറച്ച് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താണ് പറഞ്ഞത് നോക്കാം. നമ്പർ ഓഫ് കാർബൺ മെയിൻ ചെയിൻ എത്രയാണ്? 5. അതിൻ്റെ വേർഡ് റൂട്ട് പെൻറ്റ്. 5 എണ്ണം ആയതുകൊണ്ട് പെൻറ്റ്. ഓക്കെ, സഫിക്സ് എന്താ വരിക? ഒക്കെ സിംഗിൾ ബോണ്ട് ആണല്ലേ. സിംഗിൾ ബോണ്ടേ വരുള്ളൂ. അപ്പോൾ എയിന്. ദ നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. എന്താ ബ്രാഞ്ച് ഏതാ? ഒറ്റ കാർബൺ വരുന്ന ഒരു കൊമ്പ് അല്ലേ. ഒറ്റ കാർബൺ ആയതുകൊണ്ട് മെത്ത്. അതിൻ്റെ കൂടെ ബ്രാഞ്ച് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? YL ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് 2. ക്ലിയർ അല്ലേ? സംഗതി ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നമുക്കൊരു ബ്രാഞ്ച് തന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിന് നോമൻക്ലേച്ചർ ചെയ്യാൻ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. CH3 കളറൊന്ന് മാറ്റാം അല്ലേ. CH3 CH3 CH2 CH3. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, ഇതിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് ചെയ്യുക? നോക്കിയാൽ മെയിൻ ചെയിൻ ആദ്യം കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ ഏതാ വരിക? ഇത് തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം ഫുൾ കാർബൺസ് അതിൽ ഉണ്ട്. എത്ര കാർബൺസ് ഉണ്ട്? 6 കാർബൺസ് ഉണ്ട് അല്ലേ. 6 കാർബൺസ് ഉണ്ട്. ദെൻ
ബ്രാഞ്ച് ഇതാണ്. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് എണ്ണി നോക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണണോ? കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ എന്തായാലും ഇവിടെ നമ്പർ കൂടുതലേ വരുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണാം അല്ലേ. 1 2 2 ആണ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ. അപ്പോൾ 2 എഴുതി. നമുക്ക് ആ ഫോർമാറ്റ് നോക്കുക കേട്ടോ. ടെക്സ്റ്റിൽ പേജ് നമ്പർ 10 യെല്ലോ ബോക്സ് നോക്കുക. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ആദ്യം എഴുതുക, ഹൈഫൺ ഇടുക. ദെൻ എന്താ എഴുതേണ്ടത്? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ, ബ്രാഞ്ചിൻ്റെ പേര്. ഒറ്റ കാർബൺ ആ ബ്രാഞ്ചിൽ വന്നപ്പോൾ മീഥൈൽ അല്ലേ, YL ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മീഥൈൽ. ഇനി എത്രയാണ് നമ്മൾ മെയിൻ ചെയിനിലുള്ള കാർബണിൻ്റെ എണ്ണം? 1 2 3 4 5 6 അല്ലേ. 6 ആകുമ്പോൾ വേർഡ് റൂട്ട് എന്താ വരിക? നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. വേർഡ് റൂട്ട് ഹെക്സ് ആണല്ലേ, ഹെക്സ്. അപ്പോൾ എന്താണ്? 2 മീഥൈൽ ഹെക്സ് ഹെക്സെയിൻ സഫിക്സ് ആയ ANE. ഇതാണ്. ഇത്ര പണിയുള്ള മക്കളെ നമ്മളെ ബ്രാഞ്ചർ ആയിട്ടുള്ള ആൽക്കെയിൻ ഒരു ചെയിനിന് നോമൻക്ലേച്ചർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. CH3 CH2 CH3 CH3 എന്താ വരിക? നമുക്കിവിടെ തന്നെ ചെയ്യാം അല്ലേ. പൊസിഷൻ എന്താ? ഈ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എന്താ വരിക? ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാൽ 2, അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ എന്ത് വരും? 1 2 3 വരുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയത് തന്നെ എടുക്കാം 2. അപ്പോൾ 2 എഴുതി. 2 ഹൈഫൺ ഇട്ടു. ദെൻ പിന്നെന്താ നമുക്ക് എഴുതേണ്ടത്? ബ്രാഞ്ചിൻ്റെ പേരെന്താ? ഒരു കാർബണാണ്. അപ്പോൾ മീഥൈൽ എഴുതി. ദെൻ എത്ര കാർബൺസ് വരുന്നുണ്ട്? 1 2 3 4. അപ്പോൾ ബ്യൂട്ടൈൻ. വേർഡ് റൂട്ട് ഓഫ് മെയിൻ ചെയിൻ ബ്യൂട്ടൈൻ. 2 മീഥൈൽ ബ്യൂട്ടൈൻ. ദെൻ തേർഡ് വൺ എന്താ വരുന്നത് നോക്കാം. ഇനി ഇതിൽ മെയിൻ ചെയിൻ ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. മെയിൻ ചെയിൻ ഇങ്ങനെ. ഓക്കെ. മെയിൻ ചെയിനിൽ എത്ര കാർബൺസ് നോക്കുക? 1 2 3 4 5 കാർബൺസ് ഉണ്ട്. ഇനി മെയിൻ ചെയിൻ ഒന്ന് തിരിച്ചൊക്കെ നോക്കാം അല്ലേ. കാരണം അവിടെ ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കാം നമുക്ക്. അപ്പോൾ കൂടുതൽ കാർബൺസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കണം. 1 2 3 4 5 6. അപ്പോൾ 6 കാർബൺസ് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ കിട്ടി. എങ്ങനെയാണ് മെയിൻ ചെയിൻ? ഏതാ മെയിൻ ചെയിൻ? ഇങ്ങനെ അല്ലേ. ഇങ്ങനെ മെയിൻ ചെയിൻ കിട്ടി. മെയിൻ ചെയിനിൽ എത്ര കാർബൺസ് ഉണ്ട്? 6 കാർബൺസ് ഉണ്ട് തന്നെ. ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ഇനി ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എന്നാണ് അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് എണ്ണി നോക്കുക കേട്ടോ. അത് നന്നായിട്ട് നോട്ടിൽ വരച്ചിട്ട് എണ്ണി നോക്കുക. 1 2 3 മൂന്നാമത്തെ പൊസിഷനിലാണ് നമ്മളെ ബ്രാഞ്ച് കിടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1 2 3 1 2 3 4ലാണ് കിടക്കുന്നത്. അപ്പോൾ അത് വേണ്ട. താഴെ നിന്ന് മേലോട്ട് എണ്ണാം. അപ്പം 3 ആണ് വരുന്നത്. അപ്പോൾ പൊസിഷൻ നമ്പർ 3 കിട്ടി. ഹൈഫൺ ഇടുന്നു. നമ്മളെ ബ്രാഞ്ചിൽ ഒരു കാർബണാണ്. അപ്പോൾ മീഥൈൽ തന്നെ. ദെൻ നമ്മളെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 6 ഉണ്ട് അല്ലേ. അപ്പോൾ ഹെക്സെയിൻ. ക്ലിയർ? അപ്പം എന്ത് വന്നു? 3 മീഥൈൽ ഹെക്സെയിൻ. ഇനി ലാസ്റ്റ് വൺ നോക്കാം. ഇതിലെ മെയിൻ ചെയിൻ ഏതാ വരിക? നോക്കിയേ. ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ 1 2 3 4 5 അല്ലേ. 5 എണ്ണം. ദെൻ നമുക്കൊന്ന് മാറ്റി നോക്കാം അല്ലേ. ഇങ്ങനെ എണ്ണി നോക്കാം. ഇങ്ങനെ എണ്ണുമ്പോൾ എത്ര വരും? 1 2 3 4 5. അങ്ങനെ എണ്ണുമ്പോഴും 5 തന്നെയാണ് വരുന്നത്. അപ്പം എങ്ങനെ എടുത്താലും മതി, ഇങ്ങനെ എടുത്താൽ തന്നെ മതി അല്ലേ. കുഴപ്പമില്ല. ഇനി ബ്രാഞ്ച് നോക്കി. ഇവിടെ ബ്രാഞ്ചിൽ 2 കാർബൺസ് വരുന്നുണ്ട് അല്ലേ. ഒരൊറ്റ കാർബണല്ല. അപ്പോൾ 2 എണ്ണമാണ് വന്നത്. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലും ഇവിടുന്ന് അങ്ങോട്ട് എണ്ണിയാലും ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എത്ര തന്നെയാണ്? 3 തന്നെയാണ് അല്ലേ. അപ്പോൾ 3 ഇട്ടു. ഹൈഫൺ ഇട്ടു. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേരെന്താ മക്കളെ ഇവിടെ വരിക? 2 കാർബൺ വന്നതുകൊണ്ട് നേരത്തെ ഒന്നായതുകൊണ്ട് മെത്ത്, ഇവിടെ 2 എണ്ണം ആയതുകൊണ്ട് ഇത്ത് അല്ലേ. വേർഡ് റൂട്ട് പഠിച്ചാൽ ക്ലിയർ ആവും. ഈ YL ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്താ നമ്മളെ മെയിൻ ഗ്രൂപ്പിൽ എത്ര ആളുണ്ട്? 5 ആളുണ്ട് അല്ലേ. 5 ആളുണ്ട്. സോ മെയിൻ ഗ്രൂപ്പിൻ്റെ വേർഡ് റൂട്ട് പെൻറ്റെയിൻ. അപ്പോൾ നമ്മളെന്താ IUPAC നെയിം 3-ethyl പെൻറ്റൈൻ. ക്ലിയർ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഇപ്പോൾ ഒരു ബ്രാഞ്ച് വരുന്നതിൻ്റെ അല്ലേ മക്കൾ പഠിച്ചത്. ഇതുപോലെ 2 ബ്രാഞ്ച് വരുമ്പോഴും എങ്ങനെയാണ് വരുന്നത്? ഇതുപോലെ തന്നെയാണ്. ചെറിയ കുഞ്ഞു മാറ്റങ്ങളുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ.